പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സുപ്രഭാതം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, മക്കളെ നിയോഗം ഭക്തിയോട് ഓർക്കുക. അത് നടക്കുമെന്ന് വിശ്വസിക്കുക. മാതാവിനെ ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഇടപാടുകൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന എല്ലാവർക്കും, ഈ നിമിഷം പ്രാർത്ഥന കൂടുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ. കർത്താവിൻ്റെ തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണമേ. കർത്താവ് സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് ജീവിച്ച് തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ട് മാർക്കറ്റ് കണ്ടെത്തി രാവും പകലും അധ്വാനിക്കുന്നവരുണ്ട്. കുടുംബത്തെപ്പോലും മറന്ന് അധ്വാനിക്കുന്നവരുണ്ട്. കർത്താവ് അവർക്ക് വേണ്ട ഫലം കൊടുക്കണം. കർഷകരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം തിരുവാതിര ഞാറ്റുപേര് തന്നെ കർത്താവ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ കുരുമുളക് കഴുകിക്കൊണ്ട് ജീവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ഈശോയെ, കടലാണെങ്കിൽ വൻമീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം, ഫാക്ടറി കപ്പലുകൾ വൻമീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം, മത്തിയെ കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മത്തി പെരുകി അവസാനം സൂചി മത്തി പോലുള്ള ചെറിയ മത്തി പോലെ ആയിപ്പോയി. വലിയ മത്തി കിട്ടുന്ന സമയത്ത് പോലും ഒരു വിലയുമില്ലാത്ത ചെറിയ മത്തി ആൾക്കാരെ കഴിക്കുന്നത്. എന്തൊരു ഭക്ഷ്യ ശൃംഖലയിൽ വന്നിരിക്കുന്ന വലിയ തകർച്ചയാണ്. അമ്മ പറഞ്ഞല്ലോ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളുടെ പാത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ കണ്ണുനീര് കാണാൻ പറ്റും. അമ്മേ, ഈ വിഷയത്തിൽ ശാസ്ത്രത്തിനും ലോകത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ സാരോപദേശങ്ങൾ നൽകാനേ പറ്റത്തുള്ളൂ. പല ഉച്ചകോടികളും സാരോപദേശങ്ങളുമായിട്ട് ലോകം പുരോഗമിക്കുമ്പോഴും ലോകം ഒരു വശം കൊണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുകയും പ്രളയം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ മഹാദുരന്തത്തിൻ്റെ കാഴ്ചകളിൽ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങളെ ലോകത്തെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ പേരിൽ
പെയിൻറ്റേഴ്സ് തന്നെ പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെയിൻറ്റർമാരാരും വിളിക്കത്തില്ല. അവിടെ കുഞ്ഞുങ്ങളും കുടുംബവും പട്ടിണിയായി പോകും. ഇങ്ങനെ കരപ്പണി ഒന്നും നടക്കത്തില്ല. ഇപ്പം തന്നെ 500 മില്ലി ലിറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. 182 ലിറ്റർ മഴയ്ക്ക് പകരം ഇത്രയും മഴ ഈ മാസം പെയ്ത് മാറിയിരിക്കുന്നു. എത്രയോ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയോ പേര് വിഷമിക്കുന്നു. കർത്താവേ, അവർക്കെല്ലാം കർത്താവേ, കാലാവസ്ഥ മൂലം ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന് മൂലം ഉണ്ടാകുന്ന ചേഞ്ച്, അതുമൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തത്തെ പ്രാർത്ഥന കൊണ്ടെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ലെന്നാണ് കൃപാസന മാതാവ് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പറഞ്ഞത്. അമ്മ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ഈ തൊഴിൽപരമായ ദുരന്തങ്ങൾ, ശാരീരിക ദുരന്തങ്ങൾ, രോഗദുരന്തങ്ങൾ, എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും ദുരന്തങ്ങളിലേക്ക് അങ്ങനെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനും, എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളാകാം, തെറ്റായ തീരുമാനം എടുക്കുന്ന ദുരന്തങ്ങളാകാം, അതുപോലെ തന്നെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാകാം. ചിലപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ പഠനത്തിൽ തെറ്റായ തീരുമാനം എടുക്കും, ചിലപ്പോൾ ജോലിയിൽ തെറ്റായ തീരുമാനം എടുക്കും, വിവാഹത്തിൽ തെറ്റായ തീരുമാനം എടുക്കും, ദൈവത്തെ ഉൾപ്പെടുത്താതെ തീരുമാനിക്കും. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സ്വകാര്യവും അതുപോലെ സാമൂഹികമായ ദുരന്തങ്ങൾ, എല്ലാവിധ ദുരന്തങ്ങൾ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരെ സ്വയം പഴിച്ചുകൊണ്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവരോടും ചെന്ന് സ്വരത്തിൽ പറഞ്ഞ് ആ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ജീവിക്കുന്ന സർക്കിള്, വിഷമവൃത്തത്തിൽ താമസിക്കുന്ന എല്ലാവരെയും അമ്മ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, വിഷമവൃത്തത്തിലും ദുരന്ത മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 17:11, സങ്കീർത്തനം 80:3. മത്തായി 17:11. അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അടുത്തത് സങ്കീർത്തനം 80:3. ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അതായത് ആദ്യം പറയണത് മത്തായിയുടെ സുവിശേഷം 17:11. എന്താ പറയണത്? ഈശോ പറയണാണ് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കത്തിനെ ചെയ്യും. സങ്കീർത്തനം 80:3 പറഞ്ഞത് എന്താണ്? ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്താണ്? അങ്ങ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അപ്പോൾ പുനരുദ്ധരിക്കുക, പുനഃസ്ഥാപിക്കുക, പുനഃക്രമീകരിക്കുക, അത് രക്ഷപ്പെടുന്ന ഒരു മാർഗമാണ്. ഇപ്പോൾ ഒരു രക്ഷയുമില്ല എന്ന് പറയത്തില്ലേ? അത് ആർക്കും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? പുനരുദ്ധരിക്കുകയാണ്. പുനരുദ്ധരിക്കുക, അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുക. പുനഃസ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപ പുനഃസ്ഥാപിക്കുക. പുനരുദ്ധരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ പ്രതാപത്തിലേക്ക് നമ്മളെ വീണ്ടും ദൈവം റീസെറ്റ് ചെയ്യാം. ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വചനം എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പഴയ നിയമമാണ് സങ്കീർത്തനം, പുതിയ നിയമമാണ് മത്തായിയുടെ സുവിശേഷം. രണ്ടിലും കൈകാര്യം ചെയ്താണ്. ഒന്നിൽ പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത്, ഒന്നിൽ പുനഃസ്ഥാപിക്കുക എന്ന് പറയും. അപ്പോൾ പുനഃസ്ഥാപിക്കുക, ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് നമ്മൾ രക്ഷപ്പെടുക. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടുകേട് വന്നാൽ പിന്നെ ഉടനെയുള്ള നടപടി എന്താണ്? പുനഃസ്ഥാപിക്കുകയാണ്. എന്ത് പുനഃസ്ഥാപിക്കണം? ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമിയ 29:14. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഇപ്പം ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി ഞങ്ങളെ പുനരുദ്ധരിക്കണമെന്നാണ് സങ്കീർത്തനം പറയണത് 80:3. ഇപ്പോൾ ജെറമിയ എത്ര പറഞ്ഞിരിക്കണേ? 29:14. എന്താണ്? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഐശ്വര്യം പുനഃസ്ഥാപിക്കണ എന്താ മാർഗം? അതായത് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ ഐശ്വര്യം മാത്രമല്ല, ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏലിയ എങ്ങനെയാണ് ഐശ്വര്യം പുനഃസ്ഥാപിച്ചത്? ഏലിയ പറഞ്ഞു വരാൻ പോകുന്ന നാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ വന്ന് ഏലിയയോട് ചോദിച്ചു. എന്നാ ചോദിച്ചത്? ജനക്കൂട്ടം ചോദിച്ചു, ഞങ്ങൾക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ, രക്ഷപ്പെടാനും ഐശ്വര്യം പുനഃസ്ഥാപിക്കാനും എന്ത് ചെയ്യണം? ഇപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താണ് ഈ ഏലിയായുടെ സ്ഥാനത്ത് യോഹന്നാൻ സ്നാപകൻ പറയണത്? എങ്ങനെയാണ്? ജനക്കൂട്ടം എന്ന് ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യണം? ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം?
ലൂക്കാ 3:10. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ദാനധർമ്മം ചെയ്യണമെന്നാ പറയണത്. ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ പറയണം. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ഉടമ്പടി അങ്ങനെ കുറേ ഹോംവർക്കുകളുണ്ട്. എന്താണെന്നറിയാമോ? ഇതെല്ലാം ഐശ്വര്യം, അതായത് വിളങ്ങനെ വെച്ച് ഞാൻ 90 കൊന്ത ചെല്ലിയപ്പോൾ എന്നോട് വിജയകുമാരൻ സാർ പറഞ്ഞത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. എന്താണ്? അതായത് അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ അനുതാപം എന്ന് പറയണത് നമുക്കറിയാം, ഈ അനുതാപം എന്ന് പറയണത് ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനമാണ്. അത് നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ആദിമകാലങ്ങളിലൊക്കെ ജനങ്ങൾ അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ തിന്മകൾ സമൂഹത്തോട് ഏറ്റുപറയും. പിന്നീട് സഭയുടെ പ്രത്യേക അധികാരത്തിൽ, അപ്പോസ്തലികമായ പത്രോസ് കൊടുത്ത അധികാരത്തിൽ അത് ഈശോയുടെ പ്രതീകമായ പ്രതിനിധിയായ വൈദികനോട് പറഞ്ഞ്, ഈശോയോട് പറഞ്ഞതിന് പകരം പറഞ്ഞിട്ട് കർത്താവ് കൊടുത്ത പാപക്ഷമ സ്വീകരിക്കാം. അവരുടെ ഉദ്ദേശം എന്താണ്? ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ ആ കുംഭസാരം എന്ന കുദാശ ഉള്ളവർക്ക് അതാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അതില്ലാത്തവരുണ്ടല്ല, അവരില്ലാത്തവർ ആ പാപങ്ങളെയും പാപത്തിൻ്റെ ജീവിത രീതികളെയും അവർ വെറുത്ത് ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് ആൾക്കാർ പരിഹാരം ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഇപ്പം മലയിലൊക്കെ ഇരുമുടിക്കെട്ടുമായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ 18-ാം പടി കയറണത്? ആ പരിസരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട് അത് തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് വരണമെന്ന ആഗ്രഹം. നമ്മുടെ ഋഷിമാരൊക്കെ പാടിയിട്ടില്ല എങ്ങനെ? ഗീതയിൽ 4-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യമാണ്, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ധർമ്മത്തെ സംസ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിപ്ലവമായിട്ടും രക്തദൂഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് പുനഃസ്ഥാപിക്കപ്പെടും. പക്ഷേ ഈശോ പറഞ്ഞ് വാളെടുക്കുന്നവരൊക്കെ പിന്നീട് വാളാൽ തന്നെ നശിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരമല്ല, രക്തത്തിൻ്റെ വഴികളാണ്. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യുഗങ്ങളിൽ മാത്രം ഏതെങ്കിലും ഒരു യുഗത്തിലെ, ഇപ്പോൾ ത്രേതായുഗം, കലിയുഗം, അങ്ങനെ വ്യത്യസ്തമായ യുഗങ്ങളില്ലേ, ആ യുഗങ്ങളിൽ മാത്രം അത്രയും ഇടവേളയിൽ വെച്ച് ധർമ്മം സംസ്ഥാപിച്ചാൽ എന്തുമാത്രം മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾ ഈ അനുതാപം എന്നുള്ളത്, ഈ വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ്. പത്രോസ് ആണ് ഐശ്വര്യം സ്ഥാപിച്ചതിൻ്റെ ബൈബിളിലെ ഏറ്റവും വലിയവൻ. കർത്താവിനെ ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബൈബിൾ പറയും, ഹി വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി. അവൻ പുറത്തേക്ക് പോയി കൈപ്പോടെ കരഞ്ഞു എന്നല്ല, കരഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും തൻ്റെ തിന്മകളെക്കുറിച്ച് അനുതാപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള സുവിശേഷ നടപടി. ആഗമനകാലത്ത് ഇത്രയും കേട്ട് കർത്താവിനെ തിരിച്ചു വരാൻ എല്ലാവരും കഴിയട്ടെ. പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരും കഴിയട്ടെ. വചനങ്ങളെ പറ്റി ഞങ്ങൾ ധ്യാനിക്കുന്നു. പരിശുദ്ധ അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും കുരിശുകൾ പെരുകുമ്പോ പരിശുദ്ധ അമ്മയെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കൃപ കരേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോർ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോർ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല 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 ഹല. പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഇരിക്കുക. ഇപ്പം ഹർക്ക എന്ന മോള്, അമ്മയോട് അവസാനം അവൾ പറയും, ഞാനിങ്ങനെ UN സ്റ്റാഫിൽ അംഗത്വത്തിൻ്റെ പരീക്ഷയാണ് എഴുതിയിരിക്കണം എന്ന് പറയുമ്പോൾ അമ്മ ഉടനെ എടുത്ത വായിക്കും പറയും, നിനക്ക് സെലക്ഷൻ കിട്ടുമെന്ന് പറയും. അവർക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും അമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ധ്യാന വിഷയം. എന്താ അവൾ പറഞ്ഞത്? ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം, പ്രോജക്റ്റ് എന്താണെന്ന് അമ്മ എന്നോട് ചോദിക്കരുത്. എന്താണ് ചോദിക്കാൻ പാടില്ലാത്ത കാര്യം? ഞാനത് തോക്കുകയാണെങ്കിൽ അമ്മ അറിയത്തില്ലേ ഞാൻ തോറ്റെന്നുള്ളത്. അപ്പം സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും
തോക്കപ്പെടുന്ന ആളായിട്ട് അറിയപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആധ്യാത്മികതയ്ക്ക് എതിരാണ്. എപ്പോഴും ദൈവം സ്റ്റാറ്റസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ് വർക്ക് ചെയ്യണത് ക്രോസ് അപ്പോൺ ക്രോസ് വരുമ്പോഴാണ്. കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ കുരിശിന് മേൽ കൃപ കുരിശായിട്ടാണ് നമുക്ക് ആദ്യം ഫീൽ ചെയ്യണത്. അതായത് നമ്മളെ എപ്പോഴും സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ നിർത്തണം ദൈവത്തിന്. സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ, കൃപയുടെ സ്റ്റേറ്റിൽ. ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങളൊരു കൈ അമ്മ മാത്രമേ ഉള്ളത് വീട്ടിൽ, നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, നിങ്ങൾ പല ജോലിയുണ്ട്, ഒക്കെ ചെയ്യണം. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് രോഗവും വരും. എൻ്റെ മക്കളെ, ഇപ്പോഴൊന്നും നിങ്ങൾ പരാതി പറയരുതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിടിയിട്ടില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ തട്ടിക്കഴുത്ത് കയറി അല്ലെങ്കിൽ ഭാര്യയുടെ കഴുത്തെ കയറി മക്കളോട് പറഞ്ഞ് നീ കണ്ണ് കാണാൻ പാടില്ല, നീ മനുഷ്യനാണെന്നൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. കൃപയുടെ ടാപ്പിംഗ് ടൈമാണ്. ഗ്രേസ് ടാപ്പിംഗ് ടൈം ആകുമ്പോൾ ക്രിസ്തുവിനോട് മാത്രമേ നിങ്ങൾക്ക് സംവേദിക്കേണ്ട കാര്യമുള്ളൂ. മറ്റതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്യണ ക്രമീകരണങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗ്രേസ്, അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ പവർ ഓഫ് ഗോഡാണത് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ പവർ ഓഫ് ഗോഡ് അടിക്കുന്ന സമയത്ത് മൗനമായിരിക്കണം. ഇപ്പോൾ കർത്താവ് നുകം വെക്കുമ്പോഴേ 3:28 വിലാപം പുസ്തകം എടുത്ത് 3:27 വിലാപങ്ങൾ 3:27-28 വിലാപങ്ങൾ 3:27-28 യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. നല്ലതാണെന്നാ പറയണത്. നുകമേ, ഭാരം നല്ലതാണെന്ന് ഒരു ലോകത്തിലെ ഒരു മതപുസ്തകവും പറയത്തില്ല. ഇത് കൃപയുടെ പുസ്തകമായത് കൊണ്ടാണ് പറയണത്. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി. നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ, അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. എന്നുവെച്ചാൽ വിളിച്ചു കൂവരുത്. മൊബൈൽ എടുത്തിട്ട് ആൻറ്റിയോടും അമ്മയോടും നാത്തുമാരോടും വീട്ടുകാരോടും വിളിച്ചു കൂവരുത്. ഏകനായിരിക്കണമെന്ന്, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ദൈവമായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ വഴികൾ അറിയണം. ഒന്നൊരു വായിച്ചത് യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. നുകം വെക്കുമ്പോൾ അതറിയാം, അമ്മയ്ക്കറിയാം, അപ്പായാണ് നുകം വെച്ചിരിക്കണമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. ഈശോ കാണാതെ പോയില്ലേ? ഈശോ കാണാതെ പോയപ്പോൾ അപ്പനും അമ്മയും കൂടി തിരക്കി ചെല്ലുമ്പോൾ ഈശോ ചോദിക്കണത് അമ്മയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ? നിങ്ങളത് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ? വേണമെങ്കിൽ ഈശോക്ക് അത് ചോദിക്കാതിരിക്കാമായിരുന്നു. അപ്പോൾ ദൈവം ഉണ്ടാക്കുന്ന നെഗറ്റീവ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലോകത്തോട് പറയുന്നത് മറിയമാണ്. കൈയടിച്ച് കർത്താവ് ആരാധനയിലൂടെ പാഠശാലയിൽ ഇരുന്ന് കർത്താവിനെ പറ്റി ധ്യാനിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. സന്തോഷത്തോടെ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് മനുഷ്യന് യൗവനത്തിൽ നുകം വെക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോരുത്തർ പറയത്തില്ലേ ഉടനെ അവരെന്ത് പറയാനാണ്? അവർ പിശാചിനുണ്ടായിരിക്കും നിങ്ങൾ പറയണത്. നാത്തൂനായിരിക്കും കാര്യം ശരി. അവർ ചിലപ്പോൾ സാരി എടുത്ത ചുരിദാറിട്ട പിശാചായിരിക്കും. അറിയത്തില്ല, നമുക്കറിയത്തില്ല. അവർ പറയും കൊള്ളാം, നീ അങ്ങനെ ആട്ടും തുപ്പും കണ്ട് കിടക്കുക, അവിടെ വായിട്ടും കുത്തും, അവളെ വായിട്ടും കുത്തും മേടിച്ച് അവിടെ കിടക്കുകയുള്ളൂ. എൻ്റെ അടുത്ത് ആരെങ്കില അഭ്യാസം ഞാൻ കാണിച്ചത് നിർത്തിക്കളഞ്ഞു. അതല്ലേ അവർ പറയത്തുള്ളൂ. അതല്ലേ അവർ നിങ്ങളെ പറയുന്ന ആൾക്കാർ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇതല്ലേ പറയത്തുള്ളൂ. അവളുടെ ക്യാമത്തല്ലേ പറയത്തുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിന് വേണ്ട. കൈയടിച്ച് കർത്താവ് അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അപ്പൊ ഈശോയുടെ വായും തന്നെ ഇത് കേട്ടപ്പോൾ അമ്മ എന്താ ചെയ്തത്? ഉടനെ പറയണ എന്താ? 2:48 ലൂക്കാന്റെ സുവിശേഷം. ലൂക്ക 2:48 അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു.
അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അടുത്ത വചനം. അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾ ഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കണതിൻ്റെ പൊരുൾ എന്താണെന്ന് ചില സമയത്ത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ദൈവം എന്താ ഇപ്പം ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉള്ള വിശ്വാസം കളയുകയല്ല ചെയ്യേണ്ടത്, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് ആധ്യാത്മിക നടപടി എന്ന് പറയണത്. അപ്പോൾ എന്താണ്? അവിടെ നിങ്ങളുടെ മേൽ മുഖം വെക്കുമ്പോൾ നിങ്ങൾ ഏകനായിരിക്കണം. പിന്നെ എന്താണ് കാര്യം? ഇത് ആവശ്യമില്ലാത്ത പാടിക്കൊണ്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഏകനായിരിക്കുന്ന അർത്ഥം എന്താ? ദൈവത്തോടു കൂടി ആയിരിക്കണം എന്നതിൻ്റെ അർത്ഥം. അമ്മ അതാണ് ചെയ്യണത്, ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലിരിക്കുന്നത് ആരാണ്? ദൈവമല്ലേ. ദൈവത്തെ സംഗ്രഹിച്ചെന്നായി പറയണത്. മനസ്സിലായില്ലേ? അതുപോലൊരു ടൈമാണ് ഗ്രേസ് ടാപ്പിംഗ് ടൈം എന്ന് പറയണത്. ദൈവത്തിൻ്റെ ശക്തി സംഭരിക്കുന്ന സമയം, അത് സഹനത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്താണല്ല, ഞാൻ ഉപവസിച്ചാണല്ല, ഞാൻ പത്രം കൊണ്ടുപോയി കൊടുത്താണല്ല, ഞാൻ പൊതിച്ചോറ് കൊടുത്താണല്ല, ഞാൻ വസ്ത്രം കൊടുത്താണല്ല. മിണ്ടിപ്പോരുത്, മിണ്ടരുത്. കാര്യം ഇവളെന്താ സംഭവിച്ചിരിക്കണത്? അവൾ നല്ല ആഴമുള്ള കുട്ടിയാണ്. അവൾ പറഞ്ഞ്, കർത്താവേ, നിനക്കെന്നെ ഒന്ന് ഓർപ്പിച്ച് തരാൻ പാടില്ലായിരുന്നോ? 15 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ലല്ലോ, കണ്ടെത്തി അങ്ങനെ ഒന്നും അവൾ പറഞ്ഞില്ലല്ലോ. സങ്കടപ്പെട്ടെന്നല്ലേ ഉള്ളൂ. പക്ഷേ എന്താണ്, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിക്ചർ മാറിയില്ലേ? അവളുടെ മനസ്സിലെഴുതിയിരുന്ന മനസ്സിലുണ്ടായിരുന്ന ഉത്തരം മുഴുവനും അത് കറുപ്പിച്ചിരുന്നെങ്കിൽ അവൾ തോറ്റുപോയത്, നെഗറ്റീവ് മാർക്ക് അടിച്ച്. അപ്പോൾ ദൈവം എല്ലാം നല്ലതുപോലെ ചെയ്യത്തുള്ളൂ. അതാണ് മുഖം വെക്കണത് നല്ലതാണെന്ന് പറയണില്ലേ? മുഖം വെക്കണത് നല്ലതാണ്. ഈശോയുടെ ഒരു രീതി അറിയാമല്ല. ഈശോ സഹനം തരുമ്പോൾ അത് വെള്ളം കാണുമ്പോൾ ഈശോ പറഞ്ഞ എന്താണ്? ഞാൻ ഈ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാവത്തില്ല, പിന്നീടത് മനസ്സിലാകും. ഇപ്പോൾ ഒരു ഓട്ടിസം കുഞ്ഞിനെ കർത്താവ് തന്നിരിക്കണം വിചാരിച്ചു, അത് നമുക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ പറയണത്, നിങ്ങളെന്താ പറയണത്? എൻ്റെ അനിയത്തി നല്ല അടിപൊളി പിള്ളേരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതൊക്കെ നല്ലോണം പഠിക്കാൻ നടക്കണം, എനിക്ക് മാത്രം ഈ പിജാതിനെ തന്നെന്ന് പറയും. പുറത്ത് പറയത്തില്ലേ, കുഞ്ഞിനെ കേൾപ്പിച്ചും പറയത്തില്ല, മനസ്സിൽ വിചാരിക്കും. ഞാൻ പറഞ്ഞ ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ, മിണ്ടരുത്. കർത്താവ് അവിടെ നിങ്ങളുടെ മുഖം വെക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കണം. കാര്യം നിങ്ങളുടെ ഭർത്താവ് പോലും അത് നിങ്ങളുടെ സങ്കടം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വളരത്തില്ല. കാര്യം അത് അമ്മയാണല്ലോ ഇതിൽ അനുഭവിക്കുന്നത്. അപ്പനും അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഓട്ടിസം കുഞ്ഞിൻ്റെ കാര്യം മുഴുവൻ അനുഭവിക്കുന്നതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് അമ്മ തന്നെയാണ്. അതിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പങ്കുചേരുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പളായിട്ടുള്ള എമൗണ്ട് അമ്മയുടെ കയ്യിലാണ് വരണത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അൽഫോൻസാമ്മയേക്കാൾ വലിയ റാങ്കിലേക്കാണ് ദൈവം ഇപ്പം തന്നെ വിളിച്ചിരിക്കുന്നത്. അൽഫോൻസാമ്മയേക്കാൾ വലിയ, നിങ്ങൾക്കിനി തീയിൽ കൊണ്ടുപോയി കൈ കൊണ്ടുപോയി തീടത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നിങ്ങളുടെ കൈ മാത്രമല്ല, നിങ്ങളുടെ ശരീരം മൊത്തം അടപ്പിൻ്റെ തിരിക്കുകയാണ്. അൽഫോൻസാമ്മയെപ്പോലെ ഇനി നിങ്ങൾക്ക് കൈ കൊണ്ടുപോയി തീടത്ത് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ശരീരം മുഴുവനും ഈ ജന്മം തന്നെ അടപ്പിലിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകും. അമ്മ നമുക്ക് നൽകുന്ന കൃപയ്ക്ക് മേൽകൃപയാണിത്. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ കുഞ്ഞിനെ പോറ്റി വളർത്താൻ, ദൈവം ആഗ്രഹിക്കുന്ന അത്രയും വളർത്താൻ എനിക്ക് അഭിഷേകം തരണമേ. ക്ലേശങ്ങളുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക, രോഗങ്ങളുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക, വേദന അനുഭവിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാഗമായി എന്റെ ജീവിതത്തിലെ അന്നു വേണ്ട ആഹാരം പോലെ വേണ്ടുന്ന ആഹാരം പോലെ ഞാനിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേൽ ക്ലേശങ്ങള്, ഞാനിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേലുള്ള ക്ലേശങ്ങൾ കൃപയുടെ മേൽ കൃപയായി, കൃപയുടെ മേൽ കൃപയായി എന്നെ ദൈവം വിളിച്ചതിന്റെ ദൈവസ്നേഹമായി അനുഭവിച്ച അഭിഷേകം പ്രാപിക്കാൻ ആത്മജ്ഞാനം നൽകണമേ. എനിക്ക് ആത്മജ്ഞാനം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ 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 കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നട
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതും, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ യൂട്യൂബിൽ ധ്യാനം കൂടിയുള്ള കൈപൊക്കിക്കുക. അയ്യോ, ഇത്രയും പേരെയുള്ളൂ യൂട്യൂബിൽ കൂടിയത്? നിങ്ങൾ സ്ഥിരം ഇവിടെ വന്ന് കൂടുന്നവരാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ ഇവിടെ കൂടിയാൽ യൂട്യൂബിൽ ഒരു പ്രാവശ്യം കൂടി കൂടിയിട്ട് അതിൻ്റെ അന്തസത്ത നിങ്ങളെ മനസ്സിലാക്കിയെടുക്കണം. കാര്യം അത് നമ്മൾ ധ്യാനം കൂടാൻ വചനം കേൾക്കുകയല്ല, ഉടമ്പടിയിൽ ഉയരുകയാണ് നമ്മൾ ചെയ്യണത്. ഉടമ്പടിയുടെ ആഴങ്ങളിലേക്ക് ആഴപ്പെടുകയാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ധ്യാനം ഇവിടെ മാത്രമേ ലോകത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അച്ഛനാണെങ്കിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടിയോ ധ്യാനിപ്പിക്കുകയോ കൊച്ചു കഥ പറയാൻ വേണ്ടി കഥ പറയുകയോ ഒന്നും നമ്മൾ ഒരു കാലത്തും ചെയ്തിട്ടില്ല. എല്ലാം കർത്താവിന് വേണ്ടി മാത്രം വാദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം എടുത്ത് ദൈവത്തിന് അവിടെ ഒരു സ്ഥാനം കിട്ടി നിങ്ങൾ ദൈവത്തിൽ വളർന്നുയർന്നു വരാൻ വേണ്ടി ഉള്ള ഇറ്റുനോവ് മാത്രമാണ് നമ്മുടെ ധ്യാനങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് സമയം കിട്ടുമ്പോൾ, ഇപ്പോൾ ഒത്തിരി പേര് ധ്യാനം കൂടുന്നുണ്ട്, അവർ സാക്ഷ്യം പറയുമ്പോഴൊക്കെ അത് പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾ ആഴമുള്ള ഇരുത്തം വന്ന സുവിശേഷത്തിൻ്റെ സന്തോഷമുള്ള സാക്ഷികളായി വളരണം. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സന്തോഷം ഭൗതിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അടിസ്ഥാനം. ഇപ്പോൾ ചില ബർത്ത്ഡേയൊക്കെ വിഷ് ചെയ്യുമ്പോൾ ഭർത്താവ് ഭാര്യ ഭർത്താവിനെന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? സർപ്രൈസ്. എന്ത് സർപ്രൈസ്? ഇങ്ങനെ സർപ്രൈസ് അടിച്ച് നിങ്ങളെല്ലാം ഞരമ്പ് രോഗികളായിപ്പോയില്ലേ? എൻ്റെ മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സർപ്രൈസിന് മാത്രം നമ്മുടെ ജീവിതം ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ ഇങ്ങനെ തുറന്നു വെച്ചാൽ ഉള്ള അവസ്ഥ എന്താണ്? നമ്മൾ ഒരിക്കലും ദൈവത്തെ വളരത്തില്ല. ദൈവത്തിൽ നമുക്ക് സർപ്രൈസ് അല്ല ലഭിക്കണത്. ഇപ്പോൾ എന്താ പ്രശ്നം? ആൾക്കാരുടെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് പ്രൈസ് മെക്കാനിസം പോലെ സർപ്രൈസിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ എക്സ്പെക്റ്റേറ്റീവായിട്ട് ഇങ്ങനെ ആൾക്കാരെ ട്യൂൺ ചെയ്തിരിക്കുകയും ഈ പണ്ടാരത്തിന് നമ്മൾ ഒരു കാലത്ത് ആധ്യാത്മികം വളർത്താൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കാര്യം ഇതിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇതിനെ ഒന്ന് ഇങ്ങനെ ഇളിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ സർപ്രൈസ് കൊടുക്കണം. എൻ്റെ അമ്മ എന്ത് കഷ്ട! ഇതിൻ്റെ മുഖം തെളിയണമെങ്കിൽ നമ്മൾ സർപ്രൈസ് കൊടുക്കണം. ഓരോ ഭർത്താക്കന്മാരൊക്കെ എന്തെല്ലാം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മാവേവേര് കെട്ടി തൂങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മക്കളെ, സർപ്രൈസ് വേണ്ട നമുക്ക്. നമ്മൾ ദൈവത്തിൽ നിങ്ങൾ കുറച്ച് ഈടുള്ളവരായിട്ട് മാറുക. കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത സർപ്രൈസൊക്കെ അറിയാവില്ല, ഒരു 1.5 സർപ്രൈസായി പോയി. പക്ഷേ എന്താ സംഭവം? അവർക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ജ്ഞാനമുണ്ട്. ഇതെല്ലാം കൃപയ്ക്കുമേൽ കൃപ അവരെ വർദ്ധിപ്പിച്ചെടുത്തിട്ട് നിത്യതയിൽ അവരെ ഇങ്ങനെ ഭൂസ്വലോരാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. അത് വല്ലാത്ത സർപ്രൈസാണ്, സ്വർഗത്തിൻ്റെ സർപ്രൈസ്. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം സ്വർഗത്തിൻ്റെ സർപ്രൈസ് ആയിരിക്കണം, അല്ലാതെ കാലത്തിൻ്റെ ലോകത്തിൻ്റെ വല്ല. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ സംഭവിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു, ഒരു സാക്ഷ്യം ലഭിച്ചു. സാക്ഷ്യം ബേസിക്കായിട്ട് എന്താണ്? അടയാളമല്ലേ? അല്ലേ? അടയാളം ബേസിക്കായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വപ്പെട്ടതിൻ്റെ അടയാളമാണ്. ദൈവത്തിൻ്റെ മഹത്വം ബേസിക്കായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ബേസിക്കായിട്ട് എന്താണ്? സാത്താൻ്റെ പുറന്തള്ളലാണ്. കൈയിടിച്ച് കർത്താവേ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂവിടൻ യാത്രയിൽ ദൈവകൃപയരുക. അച്ഛൻ നിങ്ങൾക്ക് അഭിഷേകം പോരെന്നേ പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് നല്ല വചനങ്ങൾ തരുന്നുണ്ട്, കർത്താവ് നമ്മളോട് മനസ്സ് തുറക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ശക്തി ലഭിക്കുന്നുണ്ട്, നമുക്ക് നല്ല പാട്ട് തരുന്നുണ്ട്,
നമ്മൾ സുവിശേഷത്തിൻ്റെ ആഹ്ലാദത്തിൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശക്തി ധരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ സൗഖ്യം ധരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ വിടുതൽ പ്രാപിക്കുന്ന സമയമാണ്. ഉടമ്പടി ഉയർപ്പിൻ്റെ സമയമാണ്. ശ്രുതികൻ്റെ ഭാഷാപരത്തോടെ ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, സാഗരമേ സുഖക്കൊടുമ്പയിലേറിടുമ്പോ കരുണയിൻ സാഗരമേ സുഖക്കൊടുമ്പയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്റെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. ഈ ഭൂമിയിലെ യാത്രയിൽ ദൈവകൃപയരുൾക. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, സ്തുതി. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. ഈ മേഘത്തിൻ തണലരുളി എന്നൊക്കെ പറയുമ്പോഴല്ലോ, എനിക്ക് പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പിതാക്കന്മാരെ ചെങ്കടൽ പിളർത്തി മേഘത്തിൻ്റെ തണലായി, മേഘത്തിൻ്റെ തണൽ ചൂടി പകലും രാത്രി തൂത്തുകളിൻ്റെ വെളിച്ചം കാണിച്ച് രാത്രിയും നയിച്ച ദൈവത്തിൻ്റെ കാരുണ്യമൊക്കെ ഓർത്താലേ ഒരു ജന്മം നമ്മൾ ഇരുന്ന് കരഞ്ഞു പോകും. അത്രയും ദൈവസ്നേഹമാണ് പഴയ നിയമത്തിൽ നിന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിലാണ് ദൈവം നേരിട്ട് മനുഷ്യനെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വന്നുകൊണ്ട് ഈ കരുണ നമുക്ക് ചൊരിയണ ഒരു കാലമാണ് യേശുക്രിസ്തുവിൽ നമ്മൾ ജീവിച്ച് തീർക്കുന്നത്. കൈ അടിച്ചുകൊണ്ടും ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് ചിരിക്കട്ടെ. ഈ ഭൂമിയിലെ യാത്രയിൽ ദൈവകൃപയരുൾക. ഇതേ നേരം നമുക്ക് കർത്താവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, നിങ്ങൾക്കത് ക്ലേശമെങ്ങാനും ഒരു ക്ലേശം വന്നാൽ അത് നിങ്ങളെ ഗ്രേസ് ടൈമായിട്ട്, കൃപയുടെ സമയമായിട്ട്, കൃപയുടെ നേരമായിട്ട് നിങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് കർത്താവിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് സ്തുതിച്ച് കർത്താവിൽ സന്തോഷിക്കണം. കാര്യങ്ങളാണ് നിങ്ങളെ ബലപ്പെടുത്തുന്ന സമയമാണത്. നുകം വെക്കുമ്പോഴേ നിങ്ങൾ മൗനമായി ഇരുന്നാൽ മതിയെന്ന് പറയുമ്പോഴേ നുകം വെക്കുക എന്ന് വെച്ചാൽ നിങ്ങളെ ബലപ്പെടുത്തുക എന്നാണ് എൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഒരു നുകം വെക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ ബലമുള്ളവരായി ദൈവം കണ്ടിരിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവിനെ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക, കൃപയരുക, അളവന്നെ പകർന്നിടുക. ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവവേദനെ പുതിയ നിയമത്തിലെ നമ്മൾ കർത്താവായ ഈശോയിലൂടെ നമ്മൾ അനുഭവിച്ച് കൂട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വേരുകൾ പഴയ നിയമത്തിലെ അപ്പായിയുടെ വഴിനടത്തിലാണ് കിട്ടണത്. അത് കാരണം ഈ സമ്പൂർണ്ണ ബൈബിള് എപ്പോഴും നമ്മൾ വായിക്കുന്നതിൻ്റെ കാരണം അതാണ്. കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വചനം വായിക്കണത്? ഉടമ്പടി എടുത്തവരെ വചനം വായിക്കണം അച്ഛൻ പറയത്തില്ലേ?
അല്ലേ? വായിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. എന്തിനാ വചനം വായിക്കണമെന്ന് പറയാമോ? അതായത് അതിനൊരു ഉദ്ദേശമുണ്ട്. അതായത് ഇപ്പം നമ്മൾ അക്വേറിയത്തിൽ, ഞാൻ യൂത്തിനോട് പറയാറുണ്ട്, അക്വേറിയത്തിൽ മീൻ വളർത്തുന്ന സ്ഥലമില്ലേ, നമ്മൾ ഗ്ലാസ് ടാങ്ക്, അതിൽ നമ്മൾ മത്സ്യം വളർത്തല്ലേ, ഗപ്പി ഗൗറയൊക്കെ വളർത്തും. അതിനകത്ത് നമ്മൾ ഓക്സിജൻ മോട്ടർ വെച്ച് ഓക്സിജൻ കൊടുക്കും അല്ലേ? കൃത്രിമ ഓക്സിജൻ കൊടുക്കും അല്ലേ? അതുപോലെ തന്നെ എന്താ കൊടുക്കുക? പ്ലാന്റ്, ഓക്സിജൻ പ്ലാന്റൊക്കെ വളർത്തത്തില്ലേ അല്ലേ? ഓക്സിജൻ കിട്ടുന്ന പ്ലാന്റ് വളർത്തും. അതെന്തിനാണ്? ആ മത്സ്യത്തിന് ആവശ്യമായ പ്രാണവായു നമ്മൾ കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ തളരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായി, മക്കൾ തന്നെ നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അപ്പ സംസാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അയൽവാസികൾ നിങ്ങളെക്കുറിച്ച് അതിന് കിംവദന്തികൾ പറഞ്ഞ് പരത്തുക. നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളുടെ ഒരു വിശ്വാസിയുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്കറിയാം എന്നെക്കുറിച്ച് എന്തെല്ലാം തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം വീഡിയോ വന്ന് അല്ലേ? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത്. അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ ഉടനെ അവരെ സപ്പോർട്ട് ചെയ്യും. അതെന്താ പ്രശ്നം? നമ്മൾ ഫ്രീയാണ്, നമ്മളതൊന്നും ബാധിക്കണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ അല്ലേ, നമ്മൾ ആക്രമിക്കണ കാലത്ത് നമുക്ക് 2 ലക്ഷം വ്യൂസാണ് നമുക്കുണ്ടായത്. ഇപ്പോൾ അത് 10 ലക്ഷമാകാൻ പോകണം. കർത്താവ് വല്ല അടയാളം കുറച്ചിട്ടുണ്ടോ? കർത്താവ് തോൽപ്പിക്കാതെ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കൈയടിച്ച് ശ്രദ്ധിക്കുക. അപ്പോഴെന്ത് സംഭവിച്ചത്? എന്തെങ്കിലും ഇതിൽ മനസ്സിന് ഒരു ഭാരം തോന്നിയാൽ അപ്പോൾ തന്നെ മക്കളെടുത്ത് ബൈബിളെടുത്ത് വായിക്കണം. മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബൈബിൾ എനിക്ക് പോലും ചില ഭാഗം മനസ്സിലായിട്ട് തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് ഡൗൺ ആയി പോകത്തില്ലേ? നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യാത്മാവ് ഡൗണായി വഴക്ക് കൊണ്ടോ, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ പരീക്ഷ തോരെന്ന് വിചാരിച്ചോ, അത് നിങ്ങൾ തന്നെ IRTS തോരെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ വസ്തു എടുക്കാമെന്ന് പറഞ്ഞ ആൾ നമ്മൾ പല ആൾക്കാരുടെ ഡേറ്റ് പറയും, പക്ഷേ അയാൾ അവസാനം ഇന്നലെ കാല് മാറിയെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ എവിടെ പോകാനാണ് ദൈവമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറിക്കിടന്ന് വിഷമിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അപ്പോഴും വിശ്വാസം വിടാതെ ബൈബിൾ എടുത്ത് വായിക്കണം. കാര്യം ബൈബിള് ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ചവരുടെ അനുഭവ സാകല്യമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അത് മുഴുവനും പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന. നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇൻസ്പിരിറ്റഡ് ആകും. നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പം നമുക്ക് കുമ്മായ, ഇപ്പോൾ ഒരു കരിമീൻ നമുക്ക് വളർത്തണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? ആ പുഴയിൽ അല്ലെങ്കിൽ ആ കുളത്തിൽ പോയിട്ട് അതിൻ്റെ pH ടെസ്റ്റ് ചെയ്യും. pH കുറവാണെങ്കിൽ മീൻ വളരത്തില്ല. ഉടനെ നമ്മൾ അതിൻ്റെ അകത്ത് കുമ്മായം എടുത്തിടും, pH കറക്റ്റ് ചെയ്യും ഇല്ലേ? എന്നിട്ടാണ് നമ്മൾ പിന്നെ മീനെ ഇടുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആൾക്കാർ നമ്മളെ അപമാനിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ഭാരപ്പെടുത്തുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മദ്യപാനമോ മക്കളുടെ അല്ലെങ്കിൽ അപ്പൻ്റെ എന്തെങ്കിലും തോന്നിവാസമോ നിങ്ങളെ കേട്ട് നിങ്ങളെ ഭാരപ്പെടുമ്പോൾ നിങ്ങളുടനെ നിങ്ങളുടെ pH ഡൗണായി പോകും. നിങ്ങളുടനെ കുമ്മായി ഇടുന്ന പകരം എന്ത് ചെയ്യും? നമ്മൾ ബൈബിളെടുത്ത് വായിക്കും. ഇപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ബൈബിൾ വായിക്കാനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു അത്യാവശ്യമാണ്. അത് എസ്പെഷ്യലി ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്, പ്രയാസമുള്ള സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഭാരപ്പെട്ട സമയത്ത് വിശുദ്ധ ഗ്രന്ഥം പ്രാപിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പരിശുദ്ധാത്മാ കൃപയില് നിലവാരപ്പെടുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. വചനം വായിക്കാനുള്ള പ്രത്യേക കൃപ, വചനം വായിച്ച് അഭിഷേകം പ്രാപിക്കാൻ എനിക്ക് ഈ നിമിഷം പ്രത്യേക കൃപ നൽകണമേ. പ്രത്യേക കൃപ നൽകണമേ. അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവ കൃപയരുൾക, കൃപയരുൾക, കൃപ
കൃപയരുക, അളവന്നെ പകർന്നിടുക. ഈ ഭൂമിയിൽ യാത്രയതിൽ